ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്നോട് വന്നിട്ടുള്ളത് ഒരു റവ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഇപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റവ കേക്കാണ്. നമുക്ക് ഉള്ളിലോട്ട് പോകാം. ആദ്യമായിട്ടൊരു മിക്സഡ് ജാർ എടുക്കുക. അതിലോട്ട് അരക്കപ്പളയിൽ റവ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് അരക്കപ്പളയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് കാൽ കപ്പളയിൽ പാലും കാൽ കപ്പളയിൽ ഓയിലും ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു അരിപ്പയിലൂടെ കാൽ കപ്പളയിൽ മൈദയും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലത്തെ ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അല്പം ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലത്തെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 30 മിനിറ്റോളം വെച്ചാൽ മതിയാകും. ഞാനൊരു 30 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ കേക്ക് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റവ കേക്കാണ്. നല്ല പഞ്ഞി പോലെയുള്ള കേക്കാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.